28 വയസ്സുള്ള യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അഞ്ചൽ വടമൺ രമേശ് വിലാസത്തിൽ 28 വയസ്സുള്ള രാജീവാണ് പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതിനും ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നതിനും വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത്. 1.5 വർഷം മുമ്പാണ് രാജീവിന് ഒരു അപകടം സംഭവിച്ചത്. ലൈറ്റ് വർക്കിന്റെ ജോലിക്കാരനായിരുന്ന രാജീവ് ലൈറ്റ് ക്രമീകരിക്കുന്നതിനിടയിൽ ഉയരമുള്ള സ്ഥലത്തേക്ക് കയറുകയും 20 അടി പൊക്കത്തിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വീഴുകയും ചെയ്തു. വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ കഴുത്തൊടിയുകയും നട്ടലിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. ഏകദേശം 6 മാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. നെഞ്ചിന് താഴോട്ടുള്ള ഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലാണിപ്പോൾ. തുടർന്ന് ഒരു വിദഗ്ധ ചികിത്സ തേടുവാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാൽ ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി മോശമാവുകയാണ്. എനിക്ക് 1.5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പിലാണ്. ഞാൻ വർക്കിന് പോണ അടുത്ത് വെച്ചിട്ട് വീണയാണ്. ഒരു 20 അടി ഉയരത്തിൽ നിന്ന് വീണ് അങ്ങനെ കഴുത്തൊടിഞ്ഞിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവിച്ചു. കാലൊടിഞ്ഞ് ബോണ് ഒടിഞ്ഞതാണ്. അങ്ങനെ കഴുത്തില് 2 കമ്പിയുണ്ട്, കമ്പിയൊക്കെ ഇട്ടേക്കാണ്. പിന്നെ 1.5 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പുനലൂരത്തൊക്കെ ചികിത്സയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുക. ചികിത്സക്കുള്ള വലിയ മാർഗമൊന്നുമില്ല. പൈസക്കായിരുന്നാലും ഒന്നിനും വലിയ മാർഗമൊന്നുമില്ല. പിന്നെ അച്ഛന് കൂലിപ്പണിയാണ്. വെളുപ്പിനൊക്കെ പോയി റബ്ബർ വെട്ടാണ്. വെളുപ്പിനെ വെട്ടിയിട്ടുമാണ് എന്നെ വന്ന് നോക്കണതും. പിന്നെ അച്ഛനും അനിയനും കൂടാണ് എന്നെ എടുത്തുകൊണ്ടുപോയി തടവാനും മറ്റും കൊണ്ടുപോണത്. എനിക്ക് 2 പേരുടെ സഹായം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാനോ നിവരാനോ ഒന്നും പറ്റൂല. ആകെ ബുദ്ധിമുട്ടും വിഷമത്തിലൊക്കെയാണ്. വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അച്ഛനെ മാത്രമുള്ള സഹായിക്കണം, അല്ല വേറെ മാർഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാരും സഹായിക്കണം, അല്ലാതെ മാർഗമൊന്നും ഇല്ല ഒന്നിനും. ഇക്കഴിഞ്ഞ ഓണത്തിന് മുൻപ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കെത്തിയ രാജീവിന് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഈ 28-കാരനായ ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തന്റെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത്. രാജീവ് എന്ന യുവാവിന് വേണ്ടി നമുക്കും കൈകോർക്കാം. രാജീവിന്റെ സഹോദരൻ പ്രമോദിന്റെ ഗൂഗിൾ പേ നമ്പറാണ് വീഡിയോയിൽ ചേർക്കുന്നത്. ചേർത്തു നിർത്താം നമുക്ക് നമ്മളോടെന്ന പോലെ രാജീവിനെയും.